പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമീർ മുതുകുറ്റിയാണ്. പ്രതീക്ഷിക്കാതെയുള്ള ദുരന്തം വയനാട് ജില്ല ഒന്നടങ്കം വേട്ടയാടപ്പെടുകയാണ്. രാത്രി സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയ ഒരുപാട് കുടുംബങ്ങൾ അവരുടെ വീടുകൾ സഹിതം ഇന്ന് കാണാനില്ല. ശക്തിയായ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയിരിക്കുന്നു. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചത് ഗൂഗിൾ എർത്തിലാണ്. ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം. ഇത് കണ്ടോ, ഇതാണ് ഉത്ഭവം. ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ. കേട്ടോ, മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകൾ അതൊക്കെ അതിൽ ഒലിച്ചു പോയി. ഇവിടെ കണ്ടോ, ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത്. ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള്, ആ മരം, ഇതൊക്കെ. ഇതിൽ ഈ ക്രോസായിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ബാക്കി ഇവിടെ ഇത് മൊത്തം പോന്നു. ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചുപോയ പാലം. ആ പാലം, ഈ കാണുന്ന അമ്പലം, ഇതെല്ലാം പോയി. ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇത് കണ്ടോ, പുഴ വരുന്ന വരവ് കണ്ടോ, ഇതിലേ വന്ന് ഇവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ്. ഇത് കണ്ടോ, ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ, താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ. ഇതിലേ പോയി ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ, ഇതുണ്ടോ, ഇത്രയും കിലോമീറ്റർ ഒഴുകി പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ്. അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത്. ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ. ചാലിയാർ പുഴയിലൂടെ അവയവങ്ങൾ നഷ്ടപ്പെട്ട മൃതദേഹങ്ങൾ വരെ ഒഴുകി നടക്കുന്നതായി വാർത്തകൾ വരുന്നു. പ്രിയപ്പെട്ടവരെ, വയനാട് നിന്ന് കേൾക്കുന്ന കൂട്ടക്കരച്ചിലും അവിടുത്തെ രംഗങ്ങളും അതിഭീകരമാണ്. അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അഹങ്കരിക്കുന്ന മനുഷ്യൻ എത്ര നിസ്സഹായനാണെന്ന് ഓരോ ദുരന്തങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിമിഷങ്ങൾക്കകം നാം എല്ലാം മറക്കുന്നു. സ്കൂൾ, മദ്രസകൾ ഒക്കെ അവധി എന്ന് കേട്ട ഉടനെ നമ്മൾ ഒരുപാട് സന്തോഷിച്ചിരിക്കാം. മിക്ക വീടുകളിലും അവധി ആഘോഷിക്കാൻ വേണ്ടി സ്പെഷ്യൽ ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലുമാവും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ അനാവശ്യമായി പുറത്തുവിടാതിരിക്കുക, കുളങ്ങളിലേക്കോ കളിസ്ഥലത്തേക്കോ അയക്കാതിരിക്കുക. ഇത് നമ്മുടെ ആഘോഷമല്ല, ആഘോഷിക്കേണ്ട സമയമല്ല. ഇത്തരം അപകടങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ